ഹലോ, ഇന്ന് നമുക്കൊരു നാടൻ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ഇതിന് താളും പൂളയും കൂട്ടാൻ വെക്കുക അങ്ങനെ കേട്ടോ പറയാം. പഴയ കാലത്തൊക്കെ ആളുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ ചേമ്പിൻ തണ്ടും കപ്പയും വെച്ചിട്ടാണ് ഈ ഒരു കൂട്ടാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്, 2 തണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ചെറുതായിട്ട് കനം കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നീട് നമ്മൾ ഇത് കുക്കറിലാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഈ ചേമ്പിൻ തണ്ട് കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അധികം വെള്ളമൊന്നും ചേർക്കണ്ട. ചേമ്പിൻ തണ്ട് വെന്തിട്ട് വരുമ്പോൾ വെള്ളമാവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി കുക്കറും അടച്ച് വെച്ച് നമുക്ക് 4 വിസിലൊക്കെ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 4 വിസിൽ വന്നിട്ട് കുക്കർ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ മൂടി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പ കട്ട് ചെയ്തതാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്ത കപ്പ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. ഈ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അധികം അരയാതെ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ ചതച്ചെടുക്കുക. അപ്പോഴൊക്കെ നമ്മൾ കപ്പൊക്കെ ഏകദേശം വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ അരപ്പ് മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി അരപ്പും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി വെക്കാം. കുറച്ച് നേരം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പിന്നെ ഓഫ് ചെയ്യാം കേട്ടോ. അതുപോലെ തിളച്ചിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടാൻ, നാടൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ താളും പൂളയും കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പഴയ കാലത്തൊക്കെ ആളുകൾ ഉണ്ടാക്കി നോക്കിയിരുന്ന ഒരു ഫുഡാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.